തൻ്റെ കുഞ്ഞിനെ ആരോ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു എന്ന് രേണുസുതി. എല്ലാവർക്കും നക്ഷത്ര വ്ലോഗ് എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ ലോകത്ത് ഒരു മനുഷ്യനും വരല്ലേ എന്ന് ആഗ്രഹിക്കുന്ന ഒരു അസുഖമാണ് ക്യാൻസർ എന്ന് പറയുന്നത്. ഒരു കുടുംബത്തിൽ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ അത് ആ വ്യക്തിയെ മാത്രമല്ല ബാധിക്കുന്നത്, കംപ്ലീറ്റ് ഫാമിലിയെ മൊത്തം ബാധിക്കും. അവരുടെ സന്തോഷത്തെ, സമാധാനത്തെ, ഫിനാൻഷ്യലി ഉള്ള കാര്യം അങ്ങനെ മൊത്തത്തിൽ തകർത്ത് കളയുന്ന ഒരസുഖമാണിത്. കയ്യിലുള്ള ക്യാഷ് മൊത്തം പോവും. കടം മേടിച്ചും ചികിത്സിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ കുടുംബം മൊത്തം കടത്തിലുമാകും. ആകെ മൊത്തം സമാധാനവും പോകും. പിന്നെ ഈ പേഷ്യൻ്റ് കിടന്ന് അനുഭവിക്കുന്നത് കാണുമ്പോൾ കണ്ടു നിൽക്കുന്ന നമ്മൾ കൂടി തകർന്നു പോകും. അതുകൊണ്ടൊക്കെയാണ് ഈ അസുഖം ആർക്കും വരല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നതും ആഗ്രഹിക്കുന്നതും. ഇതിത്രയും പറയാനുണ്ടായ കാരണം രേണുസുതിയാണ്. രേണു ഇപ്പോൾ ക്യാൻസറിന് കീമോ എടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. രേണു എങ്ങനെയാണ് ഫേമസ് ആയത് എന്ന് നമുക്കറിയാം. നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ ആണല്ലോ ഫേമസ് ആയത്. അതോടുകൂടി ആളുകൾക്കെല്ലാം അവരോട് ദേഷ്യവുമായി. പക്ഷെ അവർക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞപ്പോൾ ഇനിയെങ്കിലും ആളുകൾ അവരെ വെറുക്കാതെ ഇരിക്കുമെന്ന് കരുതി. ആളുകൾക്ക് അവരോട് സ്നേഹമാകുമെന്ന് കരുതി. അവർക്ക് ക്യാൻസർ ആണെന്നറിഞ്ഞപ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാവരും അവരോട് ഒരു അനുകമ്പയും സഹതാപവും തോന്നി എന്നുള്ളത് സത്യമാണ്. പക്ഷെ അതെല്ലാം തിരുത്തുന്ന രീതിയിലാണ് രേണുവിൻ്റെ ഇപ്പോഴത്തെ പോക്ക്. ഈ ഒരവസ്ഥയിൽ കിടക്കുമ്പോഴും കണ്ടൻറ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തിലാണ് രേണു. രേണുവിന് ഇങ്ങനെ വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. ക്യാഷിന് വേണ്ടിയിട്ടാണോ എന്താണെന്നറിയില്ല. ഓരോ ദിവസവും ഓരോ കോൺട്രവേഴ്സിയുമായി വരികയാണ് രേണു. ഇത്രയും നാൾ ഒരു പ്രശ്നവും ഇല്ലാതിരുന്ന കിച്ചുവുമായി ഇപ്പോൾ പ്രശ്നം. ഇപ്പോൾ ആ പ്രശ്നങ്ങൾ എങ്ങനെ പൊങ്ങി വന്നു എന്നറിയില്ല. എന്തായാലും രേണു അടുത്ത വീഡിയോവുമായി വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് രേണുവിൻ്റെ മകനുണ്ടല്ലോ ഋതപ്പൻ, അവന് രേണു പറയുന്ന ആൾക്കാർക്ക് മാത്രമേ അവകാശമുള്ളൂ എന്ന് പറഞ്ഞാണ് വീഡിയോ ഇട്ടിരിക്കുന്നത്. ആ വീഡിയോയുടെ തംബ്നെയിലിൽ എഴുതി വച്ചിരിക്കുന്നത് ഞാനൊന്ന് വായിക്കാം കേട്ടോ. ബഹുമാനപ്പെട്ട കോടതിയോട് ക്യാൻസർ 4th സ്റ്റേജ് ബാധിതയായ ഞാൻ മരിച്ചാൽ എൻ്റെ മകൻ ഋതപ്പൻ്റെ പൂർണ്ണ അവകാശം തങ്കച്ചൻ PG, കുഞ്ഞുജമ്മ തങ്കച്ചൻ, രമ്യ ലിബു എന്നിവർക്ക് മാത്രമാണ് എന്ന് പറഞ്ഞിട്ടാണ് ആ തംബ്നെയിലിൽ എഴുതിയിരിക്കുന്നത്. ഇത് തന്നെയാണ് ആ വീഡിയോയിലും പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു വീഡിയോയുടെ ആവശ്യമുണ്ടായിരുന്നോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ഈ ഒരു വലിയ അസുഖം വന്നിരിക്കുന്ന രേണുവിനോട് ഒരു ദയയും ഇല്ലാതെ ആളുകൾ നെഗറ്റീവ് കമൻ്റ് ഇടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ആരാണ്? എന്തിനാണ് ഇങ്ങനെ പറയിപ്പിക്കുന്നത്? രേണു എന്താണ് ആ വീഡിയോയിൽ പറയുന്നത് എന്ന് നമുക്കൊന്ന് കേൾക്കാം. ആ വോയിസ് അതിൻ്റെ കത്തീറ്റർ ഹാർട്ടിൽ കിടക്കുന്നതാണ്. സോ ഇത് വെറുതെ എന്തായാലും ഒരു ഡോക്ടേഴ്സും കുത്തിയിടത്തില്ല. അസുഖം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇടുന്നത്. നമ്മൾ കള്ളം ചെയ്യത്തില്ല, കള്ളം പറയത്തില്ല. ഒരു അസുഖത്തെ വെച്ച്, അത് ഇത്രയും വലിയൊരു മാരകാവസ്ഥയെ വെച്ച് നമ്മൾ കള്ളം പറയില്ല. അപ്പൊ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമായത് എൻ്റെ കുഞ്ഞ് ഋതപ്പൻ ഇനി എന്നിൽ നിന്ന് അങ്ങനെ അവകാശം തട്ടിയെടുക്കാൻ നോക്കുന്നുണ്ട്. അത് ഞാൻ അറിഞ്ഞു. അവൻ്റെ അമ്മ ഞാനാണ്. എനിക്കിനി ആകെ ഉള്ളത് അവനാണ്. എനിക്ക് മാനസികമായിട്ട് വളരെ വിഷമാണ് അവനെ എന്നിൽ നിന്ന് അകറ്റാൻ നോക്കുന്നത് അറിഞ്ഞു. വേറൊന്നുമല്ല, ഞാൻ ക്യാൻസർ പേഷ്യന്റ് ആണല്ലോ. അപ്പം ഞാൻ മരിക്കും എന്ന് വിധി എഴുതുന്ന കുറച്ച് പേര് എനിക്ക് ചുറ്റുമുണ്ട്. അവരുമായിട്ട് കൂടിച്ചേർന്നാണ് നീക്കങ്ങളും. അത് ഞാൻ ഇന്ന് രാവിലെയാണ് അറിഞ്ഞത്. എന്നെ വളരെയധികം വിഷമിപ്പിച്ചു. ഞാൻ കരയില്ല, കാരണം എന്നെ പോലെ ക്യാൻസർ പേഷ്യൻസ് കുറെ പേരുണ്ട്. ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വിഷമമാകും. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് നല്ല ആളുകളുണ്ട്, അവർക്ക് വിഷമാകും. അപ്പം ഈ എന്റെ കുഞ്ഞ് ഇപ്പൊ എനിക്ക് എന്തെങ്കിലും, അതായത് ഞാൻ ക്യാൻസർ പേഷ്യന്റ് ആണ്. അവന്റെ അമ്മ ഉടനെ മരിക്കും, ഞാൻ ഉടനെ മരിക്കും. പിന്നെ അവനാകെ അച്ഛൻ മരിച്ചുപോയി. അപ്പൊ അവകാശം ഞങ്ങൾക്ക് വേണമെന്ന് ഒരു കൂട്ടര്, ഞാൻ ഇന്നത് അറിഞ്ഞു, എന്നിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോകാൻ. ഞാൻ ആരാണെന്ന് എന്താണെന്ന് ഒന്നും പറയുന്നില്ല, ആരെയും കുറ്റപ്പെടുത്താനല്ല ഈ വീഡിയോ. എനിക്ക് ആകെയുള്ള എന്റെ കുഞ്ഞാണ്. അവനെയും കൂടെ എന്നിൽ നിന്ന് അകറ്റിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഇല്ല. ഞാൻ എത്രത്തോളം വിഷമിച്ചാണ് ഈ വീഡിയോ എടുക്കുന്നതെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ല. ഞാൻ പൊട്ടു തൊട്ട് ഇതൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അത് അതിന്റെ ഫീലിങ്സ് മനസ്സിലാക്കില്ല. എനിക്ക് എംപതി അല്ലെങ്കിൽ സിമ്പതി അതിനല്ല ഞാൻ ഈ വീഡിയോ എടുത്തതും ഒരിക്കലും. പക്ഷെ സ്നേഹമുള്ളവർ ഒരുപാട് പേരെന്നെ സ്നേഹിക്കുന്ന എനിക്ക് ഒരുപാട് സന്തോഷമാണ്.
എന്റെ കുഞ്ഞിനെ എനിക്കിനിയിപ്പം ഈ ക്യാൻസറിന്റെ വിഷയം ഇനിയിപ്പം മുന്നോട്ട് 5 കീമോ ഉണ്ട്, അതിലുപരി 2 lakhs മെഡിസിൻ, ഓരോ കീമോയ്ക്കും 2 lakhs മെഡിസിൻ വെച്ച് എനിക്ക് എടുക്കുന്നുണ്ട് ശരീരത്തിൽ. സോ എങ്കിൽ മാത്രമേ ഞാൻ തിരിച്ചു വരത്തുള്ളൂ എന്നാണ് ആ ഒരു ഇത്. അതുകൊണ്ടാണ് ഡോക്ടേഴ്സ് അങ്ങനെയാണ് പറയുന്നത്. നമ്മൾ എല്ലാവരും എനിക്ക് ധൈര്യം തരുന്നുണ്ട്, പക്ഷെ എങ്കിലും ഞാൻ അറിഞ്ഞായിരുന്നു എന്റെ അവസ്ഥ, ഇപ്പോഴത്തെ അവസ്ഥയിലാണ്. സോ എനിക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ, എന്നെ ഒരുപാട് പേര് സ്നേഹിക്കുന്നുണ്ട്, ദൈവം എനിക്കൊന്നും വരുത്താതിരിക്കട്ടെ എന്റെ സുഖപ്പനയോർത്ത്. അപ്പം അഥവാ ഇനി എനിക്ക് എന്തെങ്കിലും സംഭവിച്ച ഈ പബ്ലിക്കിന്റെ മുന്നിൽ ഞാൻ ഒന്ന് പറയാണ്, എന്റെ കുഞ്ഞിനെ ഞാൻ എന്റെ പപ്പ തങ്കച്ചൻ PG, അതായത് ഋതുൽദാസിനെ തങ്കച്ചൻ PG, അല്ലെങ്കിൽ കുഞ്ഞുഞ്ഞമ്മ തങ്കച്ചനോ, അല്ലെങ്കിൽ എന്റെ ചേച്ചി രമ്യ ലിബുവിനെയോ, അല്ലെങ്കിൽ ലിബു എന്റെ ചേട്ടാപ്പി, ഇവരെ 4 പേരെ അല്ലാതെ ഞാൻ വേറെ ആരെയും ഏൽപ്പിക്കത്തില്ല. എനിക്ക് ആരും വിശ്വാസമില്ല. എന്റെ കുഞ്ഞിനെ ഋതുൽദാസിനെ ഞാൻ ഈ 4 പേരെ മാത്രമേ ഏൽപ്പിക്കുള്ളൂ. എനിക്ക് എന്തെങ്കിലും ക്യാൻസർ വന്ന് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ 4 പേരായിരിക്കും എന്റെ കുഞ്ഞിനെ നോക്കേണ്ട ഉത്തരവാദിത്വം. ഞാൻ അവരെ ഏൽപ്പിക്കുകയാണ്, പബ്ലിക്കിന്റെ മുന്നിൽ ഞാൻ പറയാണ്, എന്റെ കുഞ്ഞിനെ അവർ 4 പേരല്ലാതെ വേറെ ആർക്കും ഞാൻ കൊടുക്കത്തില്ല എന്റെ കുഞ്ഞിനെ. അതിനുള്ള നിയമപരമായിട്ട് എന്തായാലും മുന്നോട്ട് തന്നെ ഞാൻ പോകും. എന്റെ കുഞ്ഞിനെ തട്ടിയെടുക്കാൻ നോക്കിയാൽ ഞാനത് ചെയ്യും. ഈ 4 പേര് എന്നെ പൊന്നുപോലെ നോക്കുന്നില്ല അവര്, അപ്പൊ എന്റെ കുഞ്ഞിനെ അവർ നോക്കും. എന്റെ കണ്ണു മുന്നിൽ തന്നെ എന്റെ കുഞ്ഞിനെ കാണണം എപ്പോഴും, എന്റെ മരണം വരെ. അപ്പം ഇത് ഒന്ന് അറിയിക്കാൻ വേണ്ടി, ആ നീക്കം ഞാൻ അറിഞ്ഞു, അതൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പബ്ലിക്കിന്റെ മുന്നിൽ വന്നത്. അത് ആരാണെന്നോ ആരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അത് അറിയാവുന്നവർക്കും അറിയാം, എനിക്കും അറിയാം. ഞാൻ അറിഞ്ഞ വിഷയമാണ് എന്റെ കുഞ്ഞിനെ തട്ടിയെടുക്കാൻ നോക്കുന്നത്. പിന്നെ നിങ്ങൾ കേട്ടല്ലോ. അപ്പോൾ രേണുവിൻ്റെ കുട്ടിയെ രേണുവിൽ നിന്ന് അകറ്റാൻ ഏതൊക്കെയോ കരങ്ങൾ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാണ് വീഡിയോ ഇട്ടിരിക്കുന്നത്. ആരെ ഉദ്ദേശിച്ചാണ് ഈ വീഡിയോ ഇട്ടിരിക്കുന്നത് എന്ന് നല്ലതുപോലെ എല്ലാവർക്കും മനസ്സിലാവും. അതെ, അത് കിച്ചുവിനെ ഉദ്ദേശിച്ച് തന്നെയാണ്. കുഞ്ഞിനെ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു എന്ന്. ഇതെന്തോ വെള്ളരിക്കപ്പെട്ടണമാണോ? കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകാൻ രേണു ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇടേണ്ട ആവശ്യം എന്തായിരുന്നു? ഇതൊക്കെയല്ലേ ആളുകൾ ബാഡ് കമൻറ്റ് ഇടാൻ കാരണം. രേണു ഇങ്ങനെ ഓരോന്ന് ചെയ്തു വെച്ചിട്ട് വീഡിയോയിൽ വന്നിരുന്ന് ആളുകൾ എനിക്ക് ബാഡ് കമൻറ്റ് ഇടുന്നു എന്ന് വന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഇതെല്ലാം രേണു തന്നെ വിളിച്ചു വെക്കുന്നതാണ്. അപ്പോൾ ഇതിലെന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റായി രേഖപ്പെടുത്തണം കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി വേണം.